Hello friends, അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് തന്നെയാണ്. നിങ്ങൾ എന്തായാലും തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ആവുന്നത് നമുക്ക് എന്തായാലും നോക്കി നോക്കാം. എന്താ വെച്ചാൽ ഇപ്പോൾ കുറേ പേര് ക്രെഡിറ്റ് കാർഡ് എന്തായാലും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സിന് മെയിനായിട്ടുള്ളത്. കുറേ പേർക്കും ഇതിൻ്റെ എന്താ റൂൾസും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് എല്ലാവർക്കും അറിയണമെന്നില്ല. മോസ്റ്റ്ലി എല്ലാവരും ഇതിൻ്റെ റൂൾസും കാര്യങ്ങളൊന്നും വായിച്ചു നോക്കാറുമില്ല. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആയിരിക്കും. നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് യൂസർ ആണെങ്കിൽ, പ്രത്യേകിച്ച് മെയിനായിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് യൂസർ ആണെങ്കിൽ എന്തൊക്കെ കാരണം കൊണ്ട് ഇത് ക്ലോസ് ആയി പോകും, അതായത് ഡീആക്ടിവേറ്റ് ആയി പോകാം, അഥവാ നമ്മുടെ അക്കൗണ്ട് ക്ലോസ് ആയി പോകും എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ വന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചാനൽ പേര് നമ്മൾ ആമസോൺ തുടങ്ങിയിരുന്നു. നിങ്ങൾക്ക് URL കാണുന്നുണ്ടായിരിക്കും. ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ മറക്കണ്ട. നമ്മുടെ ഒരു ചാനലിൽ നമ്മുടെ എന്താ പറയുക ഒരു ഹോം പേജ് പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും ടോപ്പ് 5 കാറ്റഗറി അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കാൻ മറക്കണ്ട. നിങ്ങൾക്ക് എന്തായാലും ആമസോൺ പർച്ചേസിനെ കുറിച്ച് എളുപ്പമാക്കാനുള്ള ഒരു വെബ്സൈറ്റ് തന്നെയാണ്. പോരാ തന്നെ നമ്മുടെ ചാനലിൽ ഒരു സപ്പോർട്ടാണ്. അപ്പോൾ ട്രൈ നോക്കാൻ മറക്കണ്ട. പിന്നെ എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റിനും റിപ്ലൈ കൊടുക്കുന്നതാണ്. മോസ്റ്റ്ലി ഒരു 24 ഹവേഴ്സിനുള്ളിൽ നമ്മൾ റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലും കോൺടാക്ട് ചെയ്യാം. നമ്മൾ അതിലും അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാത്തിനും ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചെക്കൗട്ട് ചെയ്യാനും ക്ലിക്ക് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ സബ്ജക്റ്റിലേക്ക് പോകാം. അപ്പോൾ നമുക്കറിയാം ക്രെഡിറ്റ് കാർഡിന് നമുക്കറിയാം എന്താ പറയുക, ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടിയിരിക്കും. എന്ന് വെച്ചാൽ ഒരു ബാങ്ക് നമുക്കൊരു ക്രെഡിറ്റ് തന്നിട്ട് ഇത്ര ഡേയ്സിനുള്ളിൽ അടയ്ക്കണം എന്നുള്ളൊരു ഫീച്ചറാണ്. നമുക്ക് ആക്ച്വലി ഇതൊരു 2 ടൈപ്പ് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാറുണ്ടായിരിക്കും. സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡും ഉണ്ട്, അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡും ഉണ്ട്. അപ്പോൾ മോസ്റ്റ്ലി എല്ലാവരും അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ് ആയിരിക്കും പ്രിഫർ ചെയ്യുക. എന്താ വെച്ചാൽ നമുക്കിപ്പോൾ സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു FD ക്രെഡിറ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ നമ്മളൊരു FD ഇട്ടിട്ട് അതിന് അഗെയിൻസ്റ്റ് നമുക്ക് കിട്ടുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ് FD ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക പ്രൊഫൈലും അതുപോലെ നമ്മുടെ ക്രെഡിറ്റും ഡെബിറ്റും എന്താ പറയുക ഫീച്ചേഴ്സും അതുപോലെ സാലറി ഒക്കെ നോക്കിയിട്ടാണ് ആക്ച്വലി നമുക്കൊരു ക്രെഡിറ്റ് ലിമിറ്റ് തരിക. നോർമലി ബാങ്കുകളൊക്കെ ക്രെഡിറ്റ് ലിമിറ്റ് നമ്മുടെ സാലറിയുടെ ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിളൊക്കെ ആയിരിക്കും നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് തരിക. ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ ഇപ്പോൾ 20,000 സാലറി വാങ്ങിക്കുന്ന ഒരാളാണെങ്കിൽ ആൾക്ക് മോസ്റ്റ്ലി കിട്ടിയിട്ടുണ്ടാവുക നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് ഒരു 40 അല്ലെങ്കിൽ 50, ചിലപ്പോൾ 60, 70 ഒക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ബാങ്കാണ്. മോസ്റ്റ്ലി ഇത് ഡബിൾ ആയിരിക്കും അല്ലെങ്കിൽ ട്രിപ്പിൾ ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് മോസ്റ്റ്ലി ഇവരുടെ ഈ സംഭവം വർക്ക് ചെയ്യുന്നത് ആക്ച്വലി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മോസ്റ്റ്ലി എല്ലാവരും നമ്മുടെ ഈ അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ് ആയിരിക്കും പ്രിഫർ ചെയ്യുക. എന്താ വെച്ചാൽ നമുക്കിപ്പോൾ എക്സ്ട്രാ നമ്മുടെ ഇപ്പോൾ കയ്യിൽ ലിക്വിഡ് ക്യാഷ് ഇല്ലെങ്കിലും നമുക്ക് ഇത് ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ഇഷ്ടംപോലെ ഉപയോഗിക്കാമല്ലോ. കറക്റ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോയിൻറ്സും ഇഷ്ടംപോലെ ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ക്രെഡിറ്റ് കാർഡ്സുകളുണ്ട്. അതുപോലെ തന്നെ പോയിൻറ്റ്സ് കിട്ടുന്ന കാർഡുകളുണ്ട്. നമുക്ക് EMI ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ എന്താ പറയുക ബെനിഫിറ്റ് ഉണ്ട് ക്രെഡിറ്റ് കാർഡിനെ കൊണ്ട്. ഇത് കുറേ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷേ കറക്റ്റായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ നല്ല ഡിസഡ്വാൻറ്റേജസ് ഉള്ള ഒരു സംഭവം തന്നെ ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റായിട്ട് നമുക്കതറിയാം. ഇതിന് എല്ലാത്തിനും ഒരു റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഫോളോ ചെയ്യാൻ. അപ്പോൾ ഇതിന് കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. നമ്മളിത് ഫോളോ ചെയ്തില്ലെങ്കിൽ ആക്ച്വലി നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയി പോകും. അങ്ങനെ കുറച്ച് ഒരു 3-4 റൂൾസ് മാത്രമേ ഉള്ളൂ ശരിക്കും. അത് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നോക്കി നോക്കാം. അതുപോലെ തന്നെ കുറേ പേർക്കുള്ള സംശയമാണ് നമ്മളിത് ഉപയോഗിച്ചില്ലെങ്കിൽ കാർഡ് കട്ടായി പോകും. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മെയിൻ സംഭവത്തിലേക്ക് കിടക്കാൻ നമുക്ക് എന്തായാലും പോയിന്റ് വൈസ് പറയാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ പോയിന്റ് പറയാൻ പോകുന്നത് എങ്ങനെയാ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കുറേ പേര് തന്നെ ഇതേപോലെ കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടുണ്ട്, നമ്മൾ പക്ഷേ ഉപയോഗിക്കുന്നില്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇത് ഡിസ്കണക്ട് ആയി പോവോ, അതായത് ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോവോ, നമ്മുടെ അക്കൗണ്ട് ക്ലോസ് ആയി പോകുന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരിക്കും. കുറേ പേർക്ക് നമ്മളോട് ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ കുറേ കമൻറ്റ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഇതിന് ആക്ച്വലി ഒരു ബാങ്ക് റൂൾ ഉണ്ട് ശരിക്കും. ചെറിയ ബാങ്കിനൊക്കെ ഒരു 6 മാസമാണ്, ചില ബാങ്കിനൊക്കെ ഒരു കൊല്ലമാണ്. അപ്പോൾ നമുക്ക് ഈ ഇന്നാക്ടിവിറ്റി ഈ 6 മാസം നമ്മുടെ ഈ ക്രെഡിറ്റ് കാർഡ് ഇന്നാക്റ്റീവ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 1 ഇയർ ഇന്നാക്റ്റീവ് ആയി കഴിഞ്ഞാൽ ആക്ച്വലി ഇത് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. ഫസ്റ്റ് ഡീആക്ടിവേറ്റ് ആവും, പിന്നെ ക്ലോസ് ആവും. പക്ഷേ ഇതിന് മുമ്പ് മോസ്റ്റ്ലി എല്ലാ ബാങ്കുകളും ഒരു നോട്ടിഫിക്കേഷൻ പോലെ അയക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ടും 30 ഡേയ്സ് കിട്ടിയിട്ട് ഒരു അനക്കില്ലെങ്കിൽ മാത്രമാണ് ശരിക്കും ഇത് ക്ലോസ് ആയി പോകുക. അപ്പോൾ എല്ലാ കാർഡിനും ഇങ്ങനെ ഒരു പീരീഡ് ഉണ്ട് കേട്ടോ. നമുക്കൊരു എന്താ പറയുക നോൺ യൂസ് പീരീഡ് എന്ന് വേണമെങ്കിൽ പറയുന്നതിന്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കാർഡ് കിട്ടിയിട്ട് ഇത്ര ദിവസം നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ആ കാർഡ് ഡീആക്ടിവേറ്റ് ചെയ്ത് പോകും. അതിപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിനും ഉണ്ട്, നമ്മുടെ സിമ്മിനും ഉണ്ട്, എല്ലാത്തിനും ഉണ്ട് ഇപ്പോൾ ആ പരിപാടി. അപ്പോൾ ആ സംഭവം എല്ലാ കാർഡിനും ഉണ്ട്. മോസ്റ്റ്ലി 1 ഇയർ ആണ്, ചില കാർഡിനുകൾ 6 മന്ത് ആണ്. അപ്പോൾ ഡിപ്പെൻസ് അപ്പോൾ നമുക്ക് കാർഡ് വെറൈറ്റി ആണ്. അപ്പോൾ നിങ്ങൾ കാർഡ് എടുത്തിട്ട് ഒരു ഇത്രയും സമയം ഉപയോഗിക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ കാർഡ് ക്ലോസ് ആയി പോട്ടെ, അത് ശ്രദ്ധിക്കുക. ഒരു മാസത്തിൽ ഒരു എന്താ പറയുക ഒരു ട്രാൻസാക്ഷനുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ വലിയ കുഴപ്പമില്ല, അല്ലെങ്കിൽ ക്ലോസ് ആയി പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. പിന്നെ രണ്ടാമത്തെ പോയിന്റിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇത് ആക്ച്വലി ക്ലോസ് ആയി പോകാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മളത് മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുറേ ടൈപ്പ് കാർഡുകളുണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും. ബിസിനസ് കാർഡുകൾ, അതുപോലെ നോർമൽ പേഴ്സണൽ. ഇപ്പോൾ നമ്മൾ ഈ പറയുന്നതൊക്കെ ഒരു പേഴ്സണൽ കാർഡുകളാണ് വരിക.
ഇപ്പോൾ ഈ കുറേ പേരുണ്ട് നമ്മുടെ ഈ പേഴ്സണൽ കാർഡുകൾ ബിസിനസ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ അത് ആക്ച്വലി ഈ ബാങ്കുകളുടെ ശ്രദ്ധയിൽ പെട്ടത് ആക്ച്വലി ഒരു നോട്ടീസും കൂടാണ്ട് ഇത് ഡീആക്ടിവേറ്റ് ചെയ്ത് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കുറേ സ്ഥലത്ത് ഇത് ആക്ച്വലി നമുക്ക് പിന്നെ വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ക്രെഡിറ്റ് കാർഡ് വേറെ ആൾക്കാർക്ക് ഉപയോഗിക്കും. ശരിക്കും ഫാമിലി മെമ്പേഴ്സിനാണ് കൊടുക്കാൻ പാടില്ല എന്നാണ് ശരിക്കും നിയമം. വെച്ചാൽ എന്തെങ്കിലും സംഭവം കിട്ടി കഴിഞ്ഞാൽ പിന്നെ ബാങ്കിന് സപ്പോർട്ടൊന്നും കിട്ടില്ല. അപ്പോൾ ആക്ച്വലി പേഴ്സണൽ യൂസ് ഉള്ളത് മാത്രമാണ്. അപ്പോൾ അതൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആയി പോകാനുള്ള ഭയങ്കര ചാൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് കേട്ടോ. പിന്നെ മെയിനായിട്ട് നമ്മുടെ മൂന്നാമത്തെ പോയിന്റാണ് നമ്മുടെ അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് കാർഡിൻ്റെ ട്രാൻസാക്ഷൻ ഫുള്ള് നടത്തി കറക്റ്റ് ടൈമിൽ ബില്ലടച്ചില്ല, ഡ്യൂ ഡേറ്റ് കൂടി, ഇപ്പോൾ എക്സ്ട്രാ കുറേ മാസങ്ങളായി അതിൻ്റെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കൂടി വന്നു, നമ്മൾ എന്നിട്ടും ബില്ലടച്ചില്ലെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കാർഡ് ഡീആക്ടിവേറ്റ് ആവും. അത് കഴിഞ്ഞ് പിന്നെ അവർ നമ്മുടെ ലീഗൽ ലീഗൽ പ്രൊസീജിയറിലൊക്കെ പോകും. പിന്നെ നമുക്ക് ആക്ച്വലി ആ കാർഡ് കൊണ്ട് വേറെ ഉപയോഗം ഉണ്ടാവില്ല, ആ കാർഡ് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയി പോകും. അപ്പോൾ നമ്മളത് പിന്നെ അതിന് ശേഷം നമ്മൾ അക്കൗണ്ട് എന്താ വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ആ ബാധ്യത അടച്ചാൽ തന്നെ പിന്നെ ആ കാർഡ് കിട്ടാൻ ഭയങ്കര ചാൻസ് കുറവാണ്. ഒരു 99% ആ കാർഡ് കിട്ടില്ല, ഓൾമോസ്റ്റ് അത് ആ അക്കൗണ്ടേ ക്ലോസ് ആയി പോയിൻ്റായിട്ട് പറയും. അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള മൂന്നാമത്തെ ഒരു പോയിന്റ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ എന്നോട് കുറേ പേര് കമൻറ്റ് ചെയ്ത് ചോദിക്കാറുള്ള ഒരു സംശയമാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും നമുക്ക് ചോദിക്കാറുള്ള ഒരു സംശയമാണ്. ഞാൻ ആക്ച്വലി ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടുണ്ട്, പക്ഷേ നമ്മൾ കുറേ കാലം ഉപയോഗിച്ചില്ലെങ്കിൽ കുഴപ്പമുണ്ടോ. അപ്പോൾ എല്ലാവരും മെയിൻ ഒരു സംശയമാണ് ഇത്. ആക്ച്വലി നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാൽ കുഴപ്പമുണ്ടോ, ഉപയോഗിച്ചില്ലെങ്കിൽ കുഴപ്പമുണ്ടോ, എടുത്തു വെച്ചിട്ട് കുഴപ്പമുണ്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ആവാൻ ഉള്ള കുറേ പോയിന്റ്സുകൾ. ഒരു കോമൺ പോയിന്റ്സ് തന്നെയാണ് ഇത്. എല്ലാ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിനും ഇത് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇത് ആക്ച്വലി നമ്മുടെ പേ ലെറ്റർ കാർഡിനും ബാധകമാണ് കേട്ടോ. അപ്പോൾ പേ ലെറ്റർ കാർഡ് ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാവുമെന്ന് അറിയില്ല, പക്ഷേ ഇതുവരെ ഇത് നമ്മുടെ പേ ലെറ്റർ കാർഡിനും ബാധകമാണ് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, നമ്മൾ എല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ചാനൽ ലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ ചാനൽ നമ്മുടെ കാണാം. ഒരു ഷോർട്സ് ചാനലാണ്, പെറ്റ്സിൻ്റെ ഫുഡിൻ്റെയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട, ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.